എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. വീട്ടിലുണ്ടാക്കിയ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 3 കപ്പ് ചോറാണ് ഇട്ടുകൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് ചോറെടുത്താൽ അതേ പകുതി 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ ഞാനിവിടെ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരപ്പാനി ഒഴിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ചായിട്ട് മിക്സാക്കി കൊടുക്കാം. മുഴുവനായിട്ട് ഒന്നിച്ചിടരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. റവ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലോണം കുറുകിയിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് നമ്മളെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കടലയാണെന്നുണ്ടെങ്കിൽ കടല നെയ്യിലൊന്ന് ചെറുതായിട്ട് വറുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. അതോടെ ഒന്നും കൂടി കുറുകി കിട്ടും. അപ്പോൾ ഇത് നല്ലോണം കുറുകി പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരിവായി വരുന്നുണ്ട്. ഒന്നും കൂടി കുറുകി കിട്ടണം. അപ്പോൾ ഒന്നുകൂടി നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെച്ചെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം പാനിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു കേക്ക് ടീൻ എടുത്തിട്ട് ഇതേപോലെ ഗ്രീസ് ചെയ്തെടുക്കുക. നെയ്യോ ബട്ടറോ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് ചൂടോട് കൂടി തന്നെ ഇട്ടുകൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ടെടുക്കാം. ഇത് നല്ലോണം പരത്തിയെടുക്കണം. നല്ലോണം പ്രസ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുക. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ലോണം പ്രസ് ചെയ്തെടുത്താൽ നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ചോറ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്